ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടപരിഹാര വിതരണമാണ് അഹമ്മദാബാദ് അപകടത്തെ തുടർന്ന് നടക്കാൻ പോകുന്നത്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 1 കോടി വീതം എയർ ഇന്ത്യ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും 1000 കോടിയോളം നഷ്ടപരിഹാരമായി വിതരണം ചെയ്യേണ്ടി വരുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇതിനിടെ അപകടത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചില വ്യക്തികൾ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. മരിച്ചവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം. തകർന്ന മെഡിക്കൽ കോളേജ് കെട്ടിടം പുതുക്കി നിർമ്മിക്കും. ഇതാണ് എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അപകടത്തിന്റെ തീവ്രത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകളും ഉയർന്നേക്കും. ഇൻഷുറൻസ് ക്ലെയിമുകൾ ഏതാണ്ട് 1000 കോടിയോളം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിമാന അപകടങ്ങളിൽ മരണമോ പരിക്കോ സംഭവിച്ചാൽ വിമാന കമ്പനികളുടെ ബാധ്യത കണക്കാക്കുന്നത് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ള 1999 മോൺട്രിയൽ ഉടമ്പടി പോലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ അനുസരിച്ചാണ്. ഈ ഉടമ്പടി പ്രകാരം വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. അപകട കാരണം വിമാന കമ്പനികളുടെ അശ്രദ്ധയാണെന്ന് തെളിഞ്ഞാൽ നഷ്ടപരിഹാരം ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉയരും. ഇടക്കാല നഷ്ടപരിഹാരം എയർലൈൻ കമ്പനി പ്രഖ്യാപിച്ചേക്കാമെങ്കിലും യാത്രക്കാർക്കുള്ള അന്തിമ നഷ്ടപരിഹാരം മോൺട്രിയൽ ഉടമ്പടി വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും. $20 ബില്യൺ ആഗോള വ്യോമയാന ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ എയർ ഇന്ത്യ തങ്ങളുടെ എല്ലാ വിമാനങ്ങളും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2 വിഭാഗങ്ങളായി തിരിച്ചാണ് ഈ പാക്കേജ് എടുത്തിരിക്കുന്നത്. ഒന്ന്, വിമാനത്തിനുണ്ടാകുന്ന കേടുപാടുകൾക്കുള്ള ഹൾ ഇൻഷുറൻസ്. മറ്റൊന്ന്, നിയമപരമായും യാത്രക്കാരുടെ ക്ലെയിമുകൾക്കും വേണ്ടിയുള്ളത്. അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനറിന് മോഡൽ, പഴക്കം എന്നിവ ആശ്രയിച്ച് മൂല്യം $211 മില്യൺ മുതൽ $280 മില്യൺ വരെയാകാം. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രം ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരില്ല. ആദ്യ ഇൻഷുറൻസ് കമ്പനി ലണ്ടൻ, ന്യൂയോർക്ക് പോലുള്ള അന്താരാഷ്ട്ര വിപണികളിൽ ഇത് റീ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ആഗോള റീ ഇൻഷുറൻസ് കമ്പനികൾക്കിടയിൽ ബാധ്യത ഭാഗിക്കപ്പെടും. 1.5% മുതൽ 2% വരെ ബാധ്യതയാണ് റീ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാവുക. പ്രധാന ഇൻഷുറൻസ് കമ്പനി 10 മുതൽ 15% ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. മരണപ്പെട്ട യാത്രക്കാരന്റെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, അവസാനം വാങ്ങിയ ശമ്പളം, പൊതുവായ സാമ്പത്തിക സ്ഥിതി എന്നിവയടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും നഷ്ടപരിഹാരം കണക്ക് കൂട്ടുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും പക്ഷിശല്യമുണ്ട്. വലിയ ശബ്ദത്തോടെ പടക്കം പൊട്ടിച്ചാണ് ഇവയെ പറപ്പിക്കുന്നത്. പക്ഷികൾ കൂട്ടത്തോടെ വന്നതിനാൽ വിമാനം തിരിച്ചിറക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. പൈലറ്റുമാർ നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പക്ഷികൾ വിമാനത്തിലിടിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളും എല്ലാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. ഇവിടെ താരതമ്യേന തിരുവനന്തപുരം വിമാനത്താവളത്തിനേക്കാളും താരതമ്യേന പക്ഷികൾ കാരണമുണ്ടാകുന്ന, പക്ഷികൾ വിമാനത്തിലിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കുറവാണ്. എങ്കിൽ പോലും പലപ്പോഴും ഈ കൂട്ടത്തോടെ എത്തുന്ന ഈ ദേശാടന പക്ഷികളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ പക്ഷികൾ റൺവേയിൽ ഇരിക്കുന്നതുമൊക്കെ അപകടമുണ്ടാകാറുണ്ട്. പലപ്പോഴും വിമാനങ്ങൾ തിരിച്ചിറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് സിയാൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ കേൾക്കാൻ കഴിയും. ഒരു 5 മിനിറ്റ് ഇടവിട്ട് വലിയ ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചാണ് ഇവർ ഈ പക്ഷികളെ ഇവിടെ നിന്ന് ഓടിക്കുന്നത്. അതിന്റെ ശബ്ദമൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാറുണ്ട്. അതിനുവേണ്ടി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആളുകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവരാണ് ഓരോ ഇടവേളകളിലും ഇത്തരത്തിൽ വലിയ ശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ചുകൊണ്ട് പക്ഷികളെ ഇവിടെ നിന്ന് പറത്തി വിടുന്നത്. പ്രത്യേകിച്ചും ഈ വിമാനം വന്നിറങ്ങുന്ന സമയങ്ങളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്നതും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെ സംബന്ധിച്ച് ഈ പക്ഷികൾ, ദേശാടന പക്ഷികൾ വരുന്നതും ഈ ചെറിയ പക്ഷികൾ റൺവേയിൽ ഇരിക്കുന്നതുമൊക്കെയാണ് പലപ്പോഴും പ്രതിസന്ധിയായി വരാറുള്ളതെന്നാണ് സിയാൽ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അപകടങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടി തന്നെയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് താരതമ്യേന കുറച്ചുകൂടി കൂടുതൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കൂടി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.